കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ സുഭാഷിനെ കോൾ ചെയ്ത ജ്യോതിയോട് അടുക്കള കാര്യങ്ങളാണ് സുഭാഷ് വാതോരാതെ സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന ജ്യോതിക്കും ആകെ ബോറടിക്കുകയാ. സുഭാഷ് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന നികേഷ് തിരികെ നിധിയുടെയും കൂട്ടരുടെയും അരികിലേക്കെത്തി, ഇത് ശരിയാവില്ലേട്ടാ, ഒരിക്കലും ശരിയാവില്ല. രാവിലെ എഴുന്നേറ്റ് ദോശ ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ചോറും കറികളും ഉണ്ടാക്കുന്നു, അത് രാത്രി ചൂടാക്കി കഴിക്കും, അതിന്റെ കൂടെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കും, പോരെ സംസാരം എന്ന് നികേഷ് പറയുമ്പോ അയ്യയ്യേ എന്താടാ ഇത്, ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണോ സംസാരം എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. കുക്കിങ്ങിനെ പറ്റി പറഞ്ഞ വളവളാന്നടിക്കും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും, എന്തൊരു കഷ്ട ഇത് എന്ന് ഹരീഷും. അത് വിട്, സുഭാഷേട്ടൻ എങ്ങനെയാണോ അതുപോലെ സംസാരിക്കട്ടെ. എന്തായാലും കല്യാണം കഴിഞ്ഞാലും സുഭാഷേട്ടൻ ഇങ്ങനെയാണെന്ന് അറിയേണ്ടതല്ലേ, ഇപ്പോഴേ അത് മനസ്സിലാക്കുന്നതല്ലേ നല്ലത് എന്ന് നിധി പറയുമ്പോ അത് ശരിയാന്ന് സുധീഷും. അല്ലാതെ ആദ്യം സത്യം മറച്ചുവെച്ച് ഓരോന്നടിച്ചു വിട്ടിട്ട് അവസാനം അന്ന് കേട്ട ആളല്ല ഇപ്പൊ കാണുന്നതെന്ന കള്ളത്തരം തിരിച്ചറിയുന്നതിനേക്കാളും നല്ലതല്ലേ എന്ന് സുധീഷിനിട്ട് കൊള്ളിച്ചോണ്ട് നിധി പറയുമ്പോ അത് കറക്റ്റ് എന്ന് ചിരിയോടെ ഹരീഷും. അവിടെ ജ്യോതി സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്, വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നത് നിങ്ങളാ, അത്രയല്ലേ ഉള്ളൂ എന്ന്. അതേന്ന് സുഭാഷ് പറയുമ്പോ നിങ്ങളുടെ അനിയന്റെ ഭാര്യ കുക്ക് ചെയ്യില്ലേ എന്ന് ജ്യോതി ചോദിക്കുമ്പോ നിധിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. എനിക്ക് പക്ഷേ കുക്ക് ചെയ്യാനായിട്ട് യാതൊരു മടിയുമില്ല. അല്ല, ഇയാൾക്ക് കുക്കിംഗ് അറിയാവോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ കുറേശ്ശെ എന്ന് ചോദിയും. എനിക്ക് പക്ഷേ എല്ലാം അറിയാട്ടോ, ഒരു കല്യാണത്തിന് വേണമെങ്കിൽ പോലും ഞാൻ സദ്യ ഉണ്ടാക്കും, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാ എന്നൊക്കെ പറഞ്ഞു വീണ്ടും സുഭാഷ് പാചകത്തെ കുറിച്ച് തന്നെയാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പിന്നീട് രാവിലെ ആവുമ്പോ നെറ്റിയിൽ ഭസ്മക്കുറിയെല്ലാം വരച്ച് അമ്പലത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇതുവരെ ഇറങ്ങിയില്ലേ, തയ്യാറായി കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ ഇറങ്ങിയത്, പിന്നെന്താ ഇത്ര ലേറ്റ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിധിയും നികേഷും കൂടി അമ്പലത്തിലേക്ക് വരുന്നത് അവൻ കാണുന്നത്. പ്രതീക്ഷിച്ച ആളെ കണ്ട സന്തോഷത്തോടെ സുധീഷ് തന്റെ അഭിനയം തുടങ്ങുന്നുണ്ട്. അവൻ ആ അമ്പലമുറ്റത്തേക്ക് വീണ് ശയന പ്രദക്ഷിണം തുടങ്ങുന്നുണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വഴിപാടിന്റെ രസീത് എടുക്കാമെന്ന് പറഞ്ഞ് നിധി നികേഷിനെയും കൂട്ടിക്കൊണ്ടു പോവുകയാ. അവളെ കാണിക്കാനായി ശയന പ്രദക്ഷിണം നടത്തിയ സുധീഷ് ഒരു മതിലിൽ ചെന്നിടിക്കുക. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നിധിയും നികേഷും രസീത് എടുക്കാൻ പോയിരിക്കുന്നതാ. അവർ വരുന്നത് കാണാൻ വീണ്ടും അവൻ ശയന പ്രദക്ഷിണം തുടങ്ങുന്നുണ്ടെങ്കിലും നികേഷും നിധിയും അമ്പലത്തിനകത്തേക്ക് പ്രാർത്ഥിക്കാനായി കയറി പോവുകയാ. സുധീഷും ആകെ നിരാശയോടെ കണ്ടില്ലേ, തൊഴുതു വരട്ടെ, ഇവിടെ വെച്ച് പിടിക്കുന്നത് തന്നെയാ നല്ലത്, എന്നാലും എന്താ അത് കാണാത്തെ, വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അവിടെ അസ്വസ്ഥതയോടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നീട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിധിയും നികേഷും അമ്പലത്തിന് പുറത്തേക്ക് വരുമ്പോഴേക്കും അമ്മേ മഹാമായെ രക്ഷിക്കണേ എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ച് സുധീഷ് ശയന പ്രദക്ഷിണം തുടങ്ങുന്നുണ്ട്. അങ്ങനെ നിധിയും നികേഷും അമ്പലം പ്രദക്ഷിണം ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും ശയന പ്രദക്ഷിണം നടത്തുന്ന സുധീഷിന്റെ പുറകെ നടന്നു വരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് നിധി അമ്പലത്തിലെ ജോലിക്കാരിയായ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കണ്ണു തുറന്നു നോക്കിയ സുധീഷ് വീണ്ടും ആ കാഴ്ച കണ്ട് കണ്ടില്ലേ എന്ന് നിരാശയോടെ പറഞ്ഞ് വീണ്ടും കുറച്ചപ്പുറത്തേക്ക് മാറിക്കിടന്ന് ശയന പ്രദക്ഷിണം തുടങ്ങുകയാ. അമ്മേ മഹാമായ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സുധീഷ് വീണ്ടും ശയന പ്രദക്ഷിണം നടത്തുമ്പോഴേക്കും നികേഷ് അവനെ കാണുന്നുണ്ട്. ദേ നോക്കിയെന്ന് പറഞ്ഞ് നിധിക്ക് അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവന്റെ അരികിലേക്ക് നടന്നു തിരിഞ്ഞ് സുധീഷ് ഏട്ടാന്ന് നികേഷ് വിളിക്കുമ്പോ അവൻ ആദ്യമായി കാണുന്നത് പോലെ അഭിനയിച്ച് നിങ്ങളോ എന്ന് ചോദിക്കുമ്പോ ഇതെന്ത് പറ്റിയെന്ന് നികേഷും. വഴിപാടാ എന്ന് സുധീഷ് പറയുമ്പോ എന്ത്, ഈ കല്ല് കിടന്നുരുളുന്നതോ എന്ന് നികേഷും. ദേവി ഈ കല്ല് പുഷ്പമായിട്ട് തോന്നിപ്പിക്കും എന്ന് പറഞ്ഞവൻ എഴുന്നേൽക്കുമ്പോഴേക്കും അവസാനിച്ചോ എന്ന് നിധിയും ചോദിക്കുക. എന്ന് സുധീഷ് പറയുമ്പോ ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെയല്ലേ വന്നുള്ളൂ എന്ന് നിധിയും. അത്രയുള്ളൂ വഴിപാടെന്ന് സുധീഷ് പറയുമ്പോ അയ്യോ അത് പോരാ, ശയന പ്രദക്ഷിണം എന്ന വഴിപാടിന്റെ പേര്, പ്രദക്ഷിണം മുഴുവനാക്കണം, അമ്പലം മുഴുവനും ചുറ്റി വരണം എന്ന് നിധി പറയുമ്പോ ആകെ പെട്ടുപോയ സുധീഷും യു മീൻ ഫുൾ റൗണ്ട് എന്ന് സുധീഷ് ചോദിക്കുക. യെസ്, പ്രദക്ഷിണ വഴി മുഴുവൻ എന്ന് പറയുമ്പോ ജോലിക്കാരിയായ സ്ത്രീയും ആ കുട്ടി പറയുന്നത് കേൾക്കുമോനെ, ആരെ പറ്റിച്ചാലും ഭഗവതിയെ പറ്റിക്കല്ലേ എന്ന് വിളിച്ചു പറയുകയാ. ശരിക്കും ഷർട്ടില്ലാതെയാ ശയന പ്രദക്ഷിണം ചെയ്യേണ്ടത്, പക്ഷേ പുറത്തായോണ്ട് കുഴപ്പമില്ല, തുടങ്ങിക്കോളൂ, നികേഷ് ഉരുട്ടിത്തരും എന്ന് നിധി പറയുമ്പോ വേണോ നിധി എന്ന് സുധീഷും ചോദിക്കുക. വഴിപാടല്ലേ വേണം എന്ന് നിധി നിർബന്ധം പിടിക്കുമ്പോ വഴിപാടാ എന്ന് പറഞ്ഞ് നിലത്തേക്ക് കിടന്ന് ഈശ്വര പെട്ടല്ലോ എന്ന് പറഞ്ഞവൻ ശയന പ്രദക്ഷിണം തുടങ്ങുന്നുണ്ട്. നികേഷ് അവനെ ഉരുട്ടിക്കൊടുക്കുമ്പോഴേക്കും പാതി വഴിയിൽ അവൻ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഉരുട്ടുകയാ. അങ്ങനെ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു തളർന്ന് സുധീഷ് ഇരിക്കുമ്പോഴേക്കും അല്ല എന്തിനായിരുന്നു വഴിപാടെന്ന് നികേഷ് ചോദിക്കുക. നിന്റെ ഏട്ടത്തിക്ക് വേണ്ടിയിട്ടായിരുന്നോടാ
എന്ന് സുധീഷ് പറയുമ്പോ എനിക്കായിട്ടോ എന്ന് നിധിയും. ഇയാൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടിയില്ല, ജോലിയും കിട്ടിയില്ല, അത് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ കിടന്നുരുണ്ടത്. സുധീഷ് പറയുന്നത് കേൾക്കെ എന്റെ ഭഗവതി എന്ന് നികേഷും വിളിക്കുക. സുധീഷ് ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോ ഇത് പക്ഷേ വല്ലാത്ത ഒരു ഉരുളലായി. അതുകൊണ്ട് പറഞ്ഞതാന്ന് നികേഷും. എടാ സത്യമാടാന്ന് സുധീഷ് പറയുമ്പോ നടയിലിരുന്ന് കള്ള സത്യം പറയണ്ട, ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് നിധിയും. അയ്യോ നിധി, സത്യമായിട്ടും അതാണ് കാര്യം, എന്നെ ഒന്ന് വിശ്വസിക്കേ എന്ന് സുധീഷ് പറയുമ്പോ സത്യം ഞാൻ പറയാം. ഇത്തിരി ഉരുളുന്നത് പോലെ കാണിച്ച് ഏട്ടത്തിക്ക് വേണ്ടി ശയന പ്രദക്ഷിണം ചെയ്യുന്നു വിശ്വസിപ്പിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഒത്തില്ല, കുടുങ്ങിപ്പോയി എന്ന് നികേഷ് കളിയാക്കുമ്പോ ഒന്ന് പോടാ അവിടുന്ന്. മനുഷ്യന്റെ ശരീരം മുഴുവൻ നീറുമ്പോഴാ അവന്റെ പരിഹാസം. കാലാണെങ്കിൽ നീറിയിട്ടും വയ്യ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് നോക്കുമ്പോ അവന്റെ കാൽമുട്ടിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോൾഭാഗം ചൂണ്ടിക്കൊണ്ട് സുധീഷ് പറയുമ്പോ ഇതിന്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്ന് നിധിയും ചോദിക്കുക. നിങ്ങളല്ലേ എന്നെ ഉരുട്ടിയതെന്ന് സുധീഷ് ചോദിക്കുമ്പോ വഴിപാട് പിന്നെ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റോ? പോകുന്ന വഴിക്ക് വല്ല കടയിൽ നിന്നും മരുന്ന് വാങ്ങിച്ച് പുരട്ടാൻ നോക്ക് എന്ന് സുധീഷിനോടായി പറഞ്ഞ് നികേഷിനെ വിളിച്ച് നമുക്ക് തൊഴുതു വരാമെന്ന് പറഞ്ഞ് നികേഷിനെ വിളിക്കുമ്പോഴേക്കും നികേഷും എഴുന്നേറ്റ് കൊണ്ട് വരുന്നുണ്ടോ എന്ന് സുധീഷിനോടായി ചോദിക്കുക. പോയിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, എനിക്കിനി നടക്കാനൊന്നും വയ്യ എന്ന് സുധീഷ് പറയുമ്പോ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നികേഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ നികേഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി സത്യമായിട്ടും വഴിപാട് നേർന്നതാണോ സുധീഷ് ഏട്ടൻ? അത് കേൾക്കെ നിധിയും ഒരു ചിരിയോടെ സുധീഷിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാനായി തുടങ്ങുന്നുണ്ട്. പിന്നീട് പണി സൈറ്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത്. തേപ്പിനിടയിൽ അവൻ ജോലിക്കാരൻ ബയ്യെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ബയ്യ എത്ര ചട്ടിക്ക് എത്ര സിമെന്റാ കൂട്ടിയതെന്ന്. 4 ചട്ടിക്ക് 1 ചട്ടി സിമെന്റ് എന്ന് അയാൾ പറയുമ്പോ സിമെന്റ് ഇനി 1.5 ചട്ടി ആക്കിക്കോ, പിടുത്തം പോരാ എന്ന് സുഭാഷും. അപ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ ബയ്യയെ വിളിച്ച് ബയ്യ അതാരാണെന്ന് നോക്കിക്കേ എന്ന് പറയുമ്പോ അയാൾ അതെടുത്ത് നോക്കിക്കൊണ്ട് ചേട്ടാ ഇതൊരു നമ്പറാ എന്ന് വിളിച്ച് പറയുമ്പോ ലാസ്റ്റ് ഡിജിറ്റ് പറഞ്ഞേ എന്ന് സുഭാഷും. 7473 എന്ന് ബയ്യ പറയുമ്പോ ആ നമ്പർ ഓർമ്മയുണ്ടല്ലോ, ജ്യോതി ആയിരിക്കുമെന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അത് കട്ടാവുകയാ. എന്നാ പിന്നെ അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് സുഭാഷും. വീണ്ടും ജ്യോതി വിളിക്കുമ്പോഴേക്കും സുഭാഷ് വന്ന് കൈ കഴുകി ആ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ, ഞാൻ ജ്യോതിയെ സംസാരിക്കുന്നത് എന്ന് ജ്യോതി പറയുമ്പോ ആ മനസ്സിലായി, പറഞ്ഞോളൂ, സുഖം തന്നെയല്ലേ എന്ന് സുഭാഷും. എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്കോ എന്ന് ജ്യോതി ചോദിക്കുമ്പോ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് സുഭാഷും. ബിസി ആയിരുന്നു, ഞാൻ ആദ്യം വിളിച്ചപ്പോ എടുത്തില്ല എന്ന് ജ്യോതി ചോദിക്കുമ്പോ ഞാനേ ജോലിയിലായിരുന്നു, എടുക്കുന്നതിന് മുന്നേ കട്ടായി പോയി എന്ന് സുഭാഷും. ഓ കട്ടായ തിരിച്ചു വിളിക്കാലോ എന്ന് ജ്യോതി പറയുമ്പോ അപ്പോഴേക്കും ഇയാള് വിളിച്ചല്ലോ എന്ന് സുഭാഷും. ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല, ഓഫ് ഡേയാ. ഓഫ് ഡേ ഇങ്ങനെ മാറി മാറി വരും, സൺഡേ ഓപ്പൺ ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ദിവസം ഓഫ്. കഴിച്ചോ എന്ന് ജ്യോതി ചോദിക്കുമ്പോ ഇല്ല പണി മാറ്റിയില്ലെന്ന് സുഭാഷും. എന്ന് വെച്ചാ എന്ന് ജ്യോതി ചോദിക്കുമ്പോ അല്ല പണി നിർത്തി കഴിക്കാറായില്ലെന്ന് സുഭാഷും. എപ്പോ പണി കഴിയുമെന്ന് ജ്യോതി ചോദിക്കുമ്പോ 5:30 ആകുമ്പോ കഴിയും, പക്ഷെ ഇപ്പോ 7:30 വരെ ഓവർ ടൈം ആണ് എന്ന് സുഭാഷ് പറയുമ്പോ അതെന്താന്ന് ജ്യോതിയും. ഈ പണിയെ വിഷുവിന് മുമ്പേ തീർക്കണം എന്ന് സുഭാഷ് പറയുമ്പോ ഓ പിന്നെന്തുണ്ട് എന്ന് ജ്യോതിയും. ഇതൊരു 3000 സ്ക്വയർ ഫീറ്റ് വരും, 2 നിലയാ എന്ന് സുഭാഷ് പറയുമ്പോ അതെല്ലേ പിന്നെ എന്ന് ജ്യോതിയും. പിന്നെ ഞാനുണ്ടെങ്കിൽ എഞ്ചിനീയർ അങ്ങനെ വരാറില്ല, പണിയുടെ കാര്യത്തിൽ തട്ടിപ്പ് കാണിക്കാൻ പാടില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോ അതെ വേറെന്തുണ്ട് എന്ന് ജ്യോതിയും. ഇവിടെ 6-7 പണിക്കാരുണ്ട്. അല്ല നിങ്ങളുടെ വീട് കെട്ടിയിട്ട് എത്ര വർഷമായി എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അറിയില്ല, അതൊക്കെ അച്ഛനോട് ചോദിക്കണമെന്ന് ജ്യോതിയും. വേറെന്താ എന്ന് ജ്യോതി വീണ്ടും ചോദിക്കുമ്പോ വേറെ ഉറപ്പ് നോക്കുകയാണെങ്കിൽ പഴയ വീടുകളുടെ ഉറപ്പ് പുതിയ വീടുകൾക്കില്ല, ഈ പുതിയ സാധനങ്ങൾക്ക് ക്വാളിറ്റി കുറവാ, ഇപ്പൊ എല്ലാം ബിസിനസ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് തന്റെ വർക്കിനെ കുറിച്ച് വാതോരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുക സുഭാഷ്. അത് കേൾക്കെ ജ്യോതിക്കും മടുപ്പാവുന്നുണ്ട്. ഒടുവിൽ ശരി വീട്ടിൽ അമ്മ വിളിക്കുന്നുണ്ട് വെക്കട്ടെ എന്നും പറഞ്ഞ് ജ്യോതിയും ആ കോളിൽ നിന്ന് രക്ഷപ്പെടുകയാ. അങ്ങനെ നികേഷും നിധിയും പ്രദക്ഷിണം ചെയ്തു വരുമ്പോഴാണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കരയുന്ന സുനന്ദയെ കാണുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് തിരിയുന്ന സുനന്ദയും തന്നെ നോക്കി നിൽക്കുന്ന നികേഷിനെയും നിധിയെയും കാണുന്നുണ്ട്. ഇവിടുത്തെ നാഗദൈവത്തിന് മുന്നിലെ 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ച ഏത് നടക്കാത്ത കാര്യവും നടക്കുമെന്നാ പറയാ. ഇനി ആ വഴി കൂടി ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, അല്ലാതെ എനിക്കെന്താ ചെയ്യാൻ കഴിയാ? സങ്കടത്തോടെ നിധിയോടായി പറഞ്ഞ് കരച്ചിലോടെ സുനന്ദ അവിടുന്ന് നടന്നു നീങ്ങുകയാ. പാവല്ലേ എന്ന് നികേഷിനോടായി നിധിയും പറയുന്നുണ്ട്. പിന്നീട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സുധീഷുമൊത്ത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ അങ്ങനെ നോക്കിയ സുഭാഷ് ഏട്ടനും പാവമല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, സുനന്ദയ്ക്ക് ആ വിവാഹം കഴിക്കുന്നതിൽ താല്പര്യമില്ല, സുഭാഷ് ഏട്ടനും നമ്മൾ നിർബന്ധിക്കുന്നോണ്ട് മാത്രം വേറെ പെണ്ണ് നോക്കാൻ വരുന്നതാ. ഞാൻ പലതവണ പറഞ്ഞതാ, എന്നാലും പറയാ ശരിക്കും കേട്ടേണ്ടത് അവരല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ അതിനൊരു സാധ്യതയുമില്ലെന്ന് മനസ്സിലായിട്ടല്ലേ എന്ന് നികേഷും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്നാണോ പറയുന്നത് എന്ന് നിധി ചോദിക്കുമ്പോ നിധി ലോകത്തിൽ ഏത് പറ്റാത്ത കാര്യം പറഞ്ഞാലും ഞാൻ ശ്രമിച്ചു നോക്കുമായിരുന്നു, പക്ഷേ ഇത് നടക്കൂലെന്ന് സുധീഷും.
ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിഷ്ടമില്ലാത്ത വിവാഹം നടക്കാനിരുന്നപ്പോ അത് തടയാൻ എന്റെ കൂടെ നിന്ന ആളല്ലേ ഇയാള്? സ്വന്തം ചേട്ടന് വേണ്ടി അത് ചെയ്തൂടെ എന്ന് നിധി ചോദിക്കുക. അത് ഇയാൾക്ക് ആ കങ്കാരുവിനെ ഇഷ്ടമല്ലാന്ന് ഇയാള് വാ തുറന്ന് പറഞ്ഞു. വീട്ടിൽ നിറങ്ങി പോരാൻ തീരുമാനവും എടുത്തു എന്ന് നിധിയോടായി പറഞ്ഞ് പിന്നെ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് പോരാന്ന് ഞാനും തീരുമാനിച്ചു എന്നവൻ മനസ്സിൽ പറയുകയാണ്. പക്ഷെ ആ ധൈര്യമൊന്നും സുനന്ദയ്ക്കില്ല എന്ന് സുധീഷ് പറയുമ്പോ നിധി നടന്നു നീങ്ങുന്നത് കണ്ട് അവൻ പുറകെ ചെന്ന് സത്യമായിട്ടും നിധി, ഞാൻ ഇയാൾക്ക് വേണ്ടിയാ ശയന പ്രദക്ഷിണം ചെയ്തത് എന്ന് സുധീഷ് പറയുമ്പോ നിധി സംശയത്തോടെ നോക്കുമ്പോ സത്യമായിട്ടും എന്ന് സുധീഷും, ഒരു കാര്യം ചെയ്യാം, മരുന്ന് ഞാൻ വാങ്ങിത്തരാം നടക്കെന്നും പറഞ്ഞ് നിധി അവനെയും വിളിച്ചോണ്ട് പോവുകയാ. പിന്നീട് സുഭാഷും കൂട്ടരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ വീണ്ടും ജ്യോതിയുടെ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ഭയ്യ അത് നോക്കിക്കൊണ്ട് സെയിം നമ്പർ സേട്ടാ എന്ന് പറഞ്ഞ് സുഭാഷിന് ആ മൊബൈൽ എടുത്തു കൊടുക്കുക. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് വിളിക്കുമ്പോ, ഹായ്, ഇപ്പൊ എന്താ ചെയ്യുന്നേ? ലഞ്ച് ബ്രേക്ക് ആവുമെന്ന് കരുതിയാ വിളിച്ചേ എന്ന് ജ്യോതി പറയുമ്പോ, അതെ, ഇയാള് കഴിച്ചോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, കഴിക്കണമെന്ന് ജ്യോതി പറയുമ്പോ, ഇന്നെന്താ വൈകിയെന്ന് സുഭാഷ്. അമ്മ കുക്ക് ചെയ്യുന്നേ ഉള്ളൂ എന്ന് ജ്യോതി പറയുമ്പോ, ആഹാ, ഇന്നെന്താ കറി എന്ന് സുഭാഷും. അറിയില്ല, നോക്കണമെന്ന് ജ്യോതി പറയുമ്പോ, ഞാനേ രാവിലെ സാമ്പാറും കായം പയറും മെഴുക്കു പുരട്ടിയും അങ്ങ് ഉണ്ടാക്കി. കായ പക്ഷേ ചെറുതായി പഴുക്കാൻ തുടങ്ങി, അതിന്റെ ഒരു മധുരം. അതുപോലെ സാമ്പാറിന് വെണ്ടയ്ക്ക വറുത്തതും അല്പം കൂടിപ്പോയി. അതൊരു മീഡിയം വറവേ പാടുള്ളൂ, എന്നാലേ ആ പച്ചപ്പ് വിടാതെയും വഴുവഴുപ്പില്ലാതെയും ഇരിക്കും. ഇയാളുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ ആരാ വാങ്ങുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ, അറിയില്ല, ഞാൻ വെക്കട്ടെ, കഴിച്ചോളൂ എന്ന് ജ്യോതിയും. ശരിയെന്നാ, അല്ലെങ്കിലും കഴിക്കുമ്പോ ഫോണിൽ സംസാരിക്കാൻ പാടില്ലെന്നാ എന്ന് സുഭാഷ് പറയുമ്പോ, എന്നാ വേണ്ട, ശരി എന്ന് പറഞ്ഞ് ജ്യോതിയും കോൾ വെക്കുകയാ. അവിടെ വീട്ടിൽ ജ്യോതിയും കൂട്ടരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. നിധി വീണ്ടും നികേഷിന് കറി കൊടുക്കുമ്പോഴേക്കും, എനിക്ക് വേണ്ടട്ടത്തി, ഒരു സ്വാദുമില്ല, സുഭാഷ് ഏട്ടൻ ഇതെന്തു പറ്റി, മനസ്സ് ഇവിടൊന്നും അല്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നിധിയും കഴിച്ചു നോക്കിക്കൊണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നിധി പറയുമ്പോ, ശരിയല്ലേ ഏട്ടാ എന്ന് ഹരീഷിനോടായി നികേഷ് ചോദിക്കുക. എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കണേക്കാളും സ്വാദുണ്ടെന്ന് ഹരീഷും. അപ്പോഴാണ് അവരുടെ അച്ഛൻ ഒരു കവറും തൂക്കിക്കൊണ്ട്, കഴിക്കാനിരുന്നോ എല്ലാരും എന്ന് ചോദിച്ച് അകത്തേക്ക് കയറി വരുന്നത്. ചോറ് വിളമ്പട്ടെ എന്ന് നിധി ചോദിക്കുമ്പോ, എന്തിന്, സാമ്പാറും കൂട്ടി ആർക്ക് വേണം ചോറ്, ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞ് നികേഷിനോടായി അവിടെ ഇരിക്കുന്ന ഒരു കിണ്ണം എടുത്തു കൊടുക്കാനായി പറയുന്നുണ്ട്. നികേഷ് അത് കൊടുക്കുമ്പോഴേക്കും ഭാസ്കരനും താൻ കൊണ്ടുവന്ന ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ഇടുകയാ. അത് കാണുന്ന ഹരീഷും, ബിരിയാണിയുടെ കൂടെ ഇത് ഹോട്ടലിൽ നിന്ന് കഴിക്കാമായിരുന്നില്ലേ, ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോ, നിന്റെയൊക്കെ മുന്നിലിരുന്ന് തിന്ന് കൊതിപ്പിക്കാൻ. എന്തടാ എന്ന് ചോദിച്ച് നിധിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ നേരെ നീട്ടിക്കൊണ്ട്, മോളെ ഇതാ എന്ന് പറയുമ്പോ, എനിക്ക് വേണ്ടെന്ന് നിധിയും. കഴിച്ചോ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ, അല്ലാതെ എനിക്ക് തിന്നാനല്ല, ചോറിന്റെ കൂടെ കോഴി പൊരിച്ചത് സൂപ്പറാ ദാ എന്ന് പറഞ്ഞ് നീട്ടുമ്പോ നിധി അത് സന്തോഷത്തോടെ വാങ്ങുകയാ. ഉദ്ദേശം അതിനു നേരെ കൈനീട്ടുന്നത് കണ്ട്, പിന്നൊരു കാര്യം, ഇത് നിനക്ക് മാത്രം കഴിക്കാനുള്ളതാ, ഈ കുരുത്തം കെട്ടന്മാർക്ക് വിളമ്പാനുള്ളതല്ല എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സുധീഷ് അച്ഛനെ നോക്കുന്നത് കണ്ട്, എന്താടാ നോക്കുന്നത്, നിനക്കുള്ളതല്ല എന്ന് തന്നെയാ പറഞ്ഞതെന്ന് ഭാസ്കരനും. ഓ, അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം ഇതൊക്കെ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, കഴിച്ചോ മോളെ, മോള് കഴിച്ചോന്നും പറഞ്ഞ് അച്ഛനും അവിടുന്ന് നടന്നു നീങ്ങുകയാ. എന്റെ അമ്മോ, എന്തൊരു സ്നേഹം നിറഞ്ഞൊഴുക അല്ലേ ഏട്ടത്തി? നികേഷ് ചോദിക്കുമ്പോഴേക്കും കഴിച്ചോന്നും പറഞ്ഞ് ആ ബൗൾ ഹരീഷിന് നേരെ നീട്ടുന്നുണ്ട് നിധി. എനിക്ക് വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോ, എങ്കിൽ പിന്നെ ഞാൻ കഴിച്ചോളാന്ന് സുധീഷും. ചേട്ടനല്ലേ ഇത് ആർക്ക് വേണമെന്ന് പറഞ്ഞ് പുച്ഛിച്ചത് എന്ന് നികേഷ് ചോദിക്കുമ്പോ, അതുകൊണ്ട് ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ നിന്ന് ആ ബൗൾ വാങ്ങിക്കൊണ്ട്, ആദ്യം അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നത് ആർക്കാണോ അവർക്ക് എന്ന് പറഞ്ഞ് നിധിയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി തന്റെയും പ്ലേറ്റിലേക്ക് വിളമ്പി കഴിഞ്ഞ് നികേഷിന്റെ നേരെ നീട്ടുമ്പോഴേക്കും, എന്നാ പിന്നെ ഇതുകൂടി കഴിക്കായിരുന്നില്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഇതിന്നെടുത്തൊന്ന് പറഞ്ഞ് നിധി തന്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് നികേഷിന്റെ പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഉമ്മറത്തെ കട്ടിലിൽ ബീഡിയും വലിച്ചിരിക്കായിരുന്ന ഭാസ്കരനും അപ്പോഴേക്കും ഒരു പാട്ട് വെക്കുകയാ. അത് കേൾക്കാൻ നിധിയും ഇതൊക്കെ കാണുമ്പോഴേ വിശ്വസിക്കാനേ തോന്നുന്നില്ല എന്ന് പറയുമ്പോ, എന്ത് എന്ന് സുധീഷും. അല്ല അച്ഛനമ്മയെ എന്ന് നിധി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ജ്യോതി നിധിയെ വിളിച്ച് സുഭാഷുമായുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അറിയിക്കുന്നതും സുഭാഷിനും സുനന്ദയ്ക്കും പരസ്പരം ഇഷ്ടമായതിനാൽ സുനന്ദയുടെ വീട്ടിൽ ചെന്ന് സുഭാഷിന് വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിച്ചാലോ എന്ന് ഭാസ്കരനോടായി നിധി ചോദിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.